കോവിഡ് എന്ന മഹാമാരിയെ നിങ്ങളെല്ലാവരും മറന്നു തുടങ്ങിയോ? മാസ്ക് ധരിക്കാതെയും കൃത്യമായ സാമൂഹിക അകലം പാലിക്കാതെയും പല ആളുകളെയും ഗ്രൗണ്ടിൽ കാണുന്നുണ്ടല്ലോ. ഇത് നിങ്ങൾ സ്വയം അപകടം വിളിച്ചു വരുത്തുകയല്ലേ? ശ്രദ്ധിക്കണേ. 7ാം ക്ലാസ്സിലെ എൻ്റെ ശരീരം എന്ന പാഠഭാഗത്തിലെ ശരീര ഘടനകളെക്കുറിച്ച് പഠിച്ചല്ലോ. ഇന്ന് നമുക്ക് എൻ്റെ ചലനങ്ങൾ എന്ന പാഠഭാഗത്തിലെ കായികക്ഷമതയെക്കുറിച്ചും കായികക്ഷമത ഘടകങ്ങളെയും കുറിച്ച് പഠിക്കാം. നാം ഓടുമ്പോഴും ചാടുമ്പോഴും അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുമ്പോഴും ഏതെല്ലാം ഘടകങ്ങളാണ് നമ്മെ സ്വാധീനിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം ഘടകങ്ങളെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കായികക്ഷമത അത്യന്താപേക്ഷിതമാണ്. എന്താണ് കായികക്ഷമത? ഊർജ്ജസ്വലതയോടെ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെയാണ് കായികക്ഷമത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കായികക്ഷമതയെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. പേശീശക്തി, പേശീക്ഷമത, ഹൃദയ ശ്വസനക്ഷമത, അയവ്, ശരീരഘടന എന്നിങ്ങനെയാണ് ഈ 5 ഘടകങ്ങൾ. ആദ്യ ഘടകമായ പേശീശക്തി എന്താണെന്ന് നോക്കാം. ബലം പ്രയോഗിക്കുവാനുള്ള പേശികളുടെ കഴിവിനെയാണ് പേശീശക്തി എന്ന് പറയുന്നത്. ഇനി പേശീശക്തി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കഥ കൂടി കേട്ടാലോ? ഒരിടത്തൊരു കന്നുകാലി വളർത്തുകാരൻ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും കന്നുകാലികളുമായി തീറ്റയ്ക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് ഒരു നദി മുറിച്ചു കടക്കേണ്ടതുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു കന്നുകുട്ടിക്ക് നീന്തൽ അറിയാത്തതിനാൽ ഇടയൻ എന്നും അതിനെയും എടുത്ത് നദി മുറിച്ചു കടക്കുമായിരുന്നു. കന്നുകുട്ടി വലുതായപ്പോഴും ഈ പ്രവർത്തനം തുടർന്നു. ഭാരം കൂടിയത് ഇടയൻ അറിയുകയുണ്ടായില്ല. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സ്ഥിരമായി ഒരേ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഉപയോഗിക്കപ്പെടുന്ന വസ്തുവിന്റെ ഭാരവ്യത്യാസം ആ പ്രവൃത്തിക്ക് തടസ്സമാകുന്നില്ല. ശരീരത്തിലെ പേശികൾ ആ പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ശക്തി നേടുന്നതായി നമുക്ക് മനസ്സിലാക്കാം. പേശീശക്തിയുമായി ബന്ധപ്പെട്ട് വളരെ ലളിതമായ 2 കളികൾ പരിചയപ്പെട്ടാലോ? പേര് കേട്ട് ഞെട്ടണ്ട കേട്ടോ. ഒന്ന് ബോർഡർ ക്രോസിങ്ങും മറ്റൊന്ന് കിങ് ഓഫ് ദ സർക്കിളും. പോകാം നമുക്ക് ആ കളിയിലേക്ക്. ഒന്നാമത്തെ കളിയായ ബോർഡർ ക്രോസിംഗ് എങ്ങനെ കളിക്കുന്നത് എന്ന് നോക്കാം. കുട്ടികൾ 2 പേർ വീതമുള്ള ഗ്രൂപ്പുകളാക്കി ഒരു വരയ്ക്ക് ഇരുവശത്തും മുഖത്തോട് മുഖം നോക്കി കൈകൾ ചേർത്ത് പിടിച്ച് നിൽക്കുക. നിങ്ങളുടെ കൂടെയുള്ള ഒരാളെ ലീഡറായി നിർത്തൂ. ലീഡറുടെ നിർദ്ദേശം ലഭിക്കുമ്പോൾ എതിരാളിയെ തന്റെ വശത്തേക്ക് വലിക്കുക. ആരാണോ ആദ്യം ലൈൻ ക്രോസ് ചെയ്യുന്നത് അയാൾ മത്സരത്തിൽ തോൽക്കുന്നു. കളി തുടർന്നോളൂ. രണ്ടാമത്തെ ഗെയിമായ കിങ് ഓഫ് ദ സർക്കിൾ എങ്ങനെയാണ് കളിക്കുന്നത് നോക്കിയാലോ? കുട്ടികൾ വൃത്തത്തിനുള്ളിൽ നിൽക്കുക. ലീഡറുടെ നിർദ്ദേശം ലഭിക്കുമ്പോൾ കൈകൾ പിറകിൽ കെട്ടി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഷോൾഡർ ഉപയോഗിച്ച് എതിരാളികളായ ഓരോ കുട്ടിയെയും പുറത്താക്കാൻ ശ്രമിക്കുക. അവസാനം വരെ വൃത്തത്തിനുള്ളിൽ നിൽക്കുന്ന കുട്ടി വിജയിക്കുന്നു. കുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ വൃത്തത്തിന്റെ വലിപ്പം കൂട്ടുകയും കുട്ടികൾ കുറവാണെങ്കിൽ വൃത്തത്തിന്റെ വലിപ്പം കുറയ്ക്കുകയും വേണം കേട്ടോ. ഇനി രണ്ടാമത്തെ ഘടകമായ പേശീക്ഷമത എന്താണെന്ന് നമുക്ക് നോക്കാം. തുടർച്ചയായും ക്ഷീണിക്കാതെയും പ്രവർത്തിക്കുവാനുള്ള പേശികളുടെ കഴിവിനെയാണ് പേശീക്ഷമത എന്ന് പറയുന്നത്. പേശീക്ഷമത വർദ്ധിപ്പിക്കാൻ ഇനി നമുക്ക് ഒരു കളിയായാലോ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കുട്ടികളെ, എല്ലാ തരം കളികളും പേശീക്ഷമത വർദ്ധിപ്പിക്കുന്നതാണ്. ഷട്ടിൽ റൺ ഒന്ന് കണ്ടു നോക്കിയാലോ? പൊട്ടറ്റോ റൈസിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള കളിയാണ് ഷട്ടിൽ റൺ. വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാവരും തയ്യാറായി നിൽക്കുക. വിസിലടിക്കുമ്പോൾ ഓടി നടുവിലെ വരയിൽ തൊട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത വരയിൽ തൊടുക. വീണ്ടും ഓടി രണ്ടാമത്തെ ലൈനിൽ തൊട്ടതിന് ശേഷം ആരംഭിച്ച ലൈനിലേക്ക് ഓടി അവസാനിപ്പിക്കുക. ഇങ്ങനെ കളി തുടരൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഇന്നത്തെ പുതുതലമുറയുടെ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പത്തിലേയുള്ള വെയ്റ്റ് ട്രെയിനിങ്ങും അശാസ്ത്രീയമായ പരിശീലനങ്ങളും. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശീലന മുറകൾ ചെറുപ്പത്തിലേ ചെയ്യാൻ ശ്രമിക്കൂ. ഇനി മൂന്നാമത്തെ ഘടകമായ ഹൃദയ ശ്വസനക്ഷമത അഥവാ കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ് എന്താണെന്ന് നോക്കൂ. ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന്
ഓക്സിജൻ അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ദീർഘനേരം കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഓക്സിജൻ ലഭ്യമാക്കാനുള്ള ഹൃദയ രക്തക്കുഴലുകളിലെയും ശ്വസന വ്യവസ്ഥയുടെയും കഴിവിനെയാണ് ഹൃദയ ശ്വസന ക്ഷമത എന്ന് പറയുന്നത്. ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾക്ക് മുഖ്യമായ കാരണം നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും മധുരമുള്ളതും കൊഴുപ്പ് കലർന്നതുമായ ആഹാര പദാർത്ഥങ്ങളും വറുത്ത ആഹാര പദാർത്ഥങ്ങളുടെയും അമിതമായ ഉപയോഗമാണ്. ഇത്തരം ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നത് ഹൃദയ പ്രവർത്തനങ്ങൾക്ക് സുരക്ഷിതമാകും. ഹൃദയ ശ്വസനക്ഷമത വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വ്യായാമമാണ് റോപ്പ് സ്കിപ്പിംഗ്. എന്നാൽ റോപ്പ് സ്കിപ്പിംഗ് ഒന്ന് കണ്ടു നോക്കിയാലോ? കായികക്ഷമതയുടെ 3 ഘടകങ്ങളെക്കുറിച്ചും അതിനോടനുബന്ധിച്ച കളികളും പരിചയപ്പെട്ടല്ലോ. അടുത്ത 2 ഘടകവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.